എല്ലാ സിനിമാ പ്രേമികൾക്കും സ്വാഗതം. തെന്നിന്ത്യൻ സിനിമയിൽ ഇപ്പോൾ ഒരു പേര് മാത്രമേ കേൾക്കാനുള്ളൂ, രുക്മിണി വസന്ത്. വെറും ഒരു വർഷം കൊണ്ട് ഒരു ശരാശരി കന്നഡ നടിയിൽ നിന്ന് പാൻ ഇന്ത്യൻ ലെവലിൽ ആരാധകരുള്ള ഒരു താരമായി അവർ എങ്ങനെ മാറി? ആദ്യമൊക്കെ വളരെ ഹോംലിയായി നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ പെൺകുട്ടിയെ പോലെ കണ്ടിരുന്ന രുക്മിണി പെട്ടെന്നൊരു ദിവസം അതിഗ്ലാമറസായി ക്യാമറയ്ക്ക് മുന്നിലെത്തിയപ്പോൾ ആരാധകർ ശരിക്കും ഞെട്ടിപ്പോയി. ആ വൈറൽ ലുക്കിന് പിന്നിലെ രഹസ്യം എന്താണ്? മൃണാൽ ഠാക്കൂറിനോട് ഉപമിക്കുന്ന ആ ബാക്ക് ലുക്ക് സോഷ്യൽ മീഡിയയിൽ എന്തിനാണ് ഇത്രയധികം ചർച്ചയാകുന്നത്? നമുക്ക് വിശദമായി നോക്കാം. പലരും വിചാരിക്കുന്നത് രുക്മിണി ഒരു പുതുമുഖമാണെന്നാണ്. എന്നാൽ കരിയറിന്റെ തുടക്കം അവർക്ക് അത്ര എളുപ്പമായിരുന്നില്ല കാര്യങ്ങൾ. 2024 പകുതി വരെ രുക്മിണി വസന്ത് എന്ന പേര് അധികമാരും കേട്ടിട്ടുണ്ടാവില്ല. എന്നാൽ സപ്തസാഗര ദൊച്ചെ യെല്ലോ എന്ന ചിത്രം പുറത്തിറങ്ങിയതോടെ ആ കണ്ണു നിറഞ്ഞ ചിരിയും സ്വാഭാവികമായ അഭിനയവും കന്നഡ സിനിമാ ലോകത്തെ കീഴടക്കി. രക്ഷിത് ഷെട്ടിയോടൊപ്പം പ്രിയ എന്ന കഥാപാത്രമായി അവർ ജീവിക്കുകയായിരുന്നു. ആ സിനിമ കണ്ടവരാരും രുക്മിണിയെ മറക്കില്ല. അത്രയ്ക്ക് പാവൻ ലുക്കായിരുന്നു അവർ. പക്ഷേ സിനിമ ഹിറ്റായിട്ടും അവർക്ക് ലഭിക്കേണ്ട വലിയ അവസരങ്ങൾ വരാൻ വൈകി. അവിടെയാണ് ഒരു നടി എന്ന നിലയിൽ തൻ്റെ ഇമേജ് മാറ്റാൻ രുക്മിണി തീരുമാനിക്കുന്നത്. സിനിമയിൽ അവസരങ്ങൾ കുറയുമ്പോഴോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഇമേജിൽ തളച്ചിടുമ്പോഴോ പല നടിമാരും സ്വീകരിക്കുന്ന ഒരു വഴിയാണ് ഗ്ലാമർ മേക്ക് ഓവർ. നമ്മൾ മുമ്പ് ശ്രീവിദ്യയുടെ കാര്യത്തിൽ കണ്ടിട്ടുണ്ട്. തമിഴിൽ വളരെ ഹോംലിയായിരുന്ന ശ്രീവിദ്യ പിന്നീട് ബോൾഡ് ഫോട്ടോഷൂട്ടുകൾ നടത്തി ഏവരെയും അത്ഭുതപ്പെടുത്തി. അതേ പാത തന്നെയാണ് രുക്മിണിയും തിരഞ്ഞെടുത്തത്. അടുത്തിടെ നടന്ന ഒരു അവാർഡ് നൈറ്റിൽ താരമെത്തിയ ഡ്രസ്സ് ഒന്ന് ശ്രദ്ധിക്കൂ. ബോഡി ഫിറ്റായ ബാഗ്ലെസ്സായ ആ വസ്ത്രം രുക്മിണിയുടെ ഇതുവരെയുള്ള ഇമേജിനെ പാടെ മാറ്റിമറിച്ചു. മൃണാൽ ഠാക്കൂർ സോഷ്യൽ മീഡിയയിൽ തൻ്റെ കർവി ലുക്ക് കൊണ്ട് തരംഗം സൃഷ്ടിക്കാറുണ്ട്. അതിന് സമാനമായ ഒരു ആത്മവിശ്വാസത്തോടെയാണ് രുക്മിണിയും ആ റാമ്പിൽ നടന്നത്. തനിക്ക് അഭിനയിക്കാൻ മാത്രമല്ല സ്റ്റൈലിഷ് ആകാനും ഗ്ലാമറസ് ആകാനും അറിയാമെന്ന് അവർ തെളിയിച്ചു. ഈ മാറ്റം വെറുതെയല്ല. ഇൻസ്റ്റഗ്രാമിൽ രുക്മിണിയുടെ പഴയ ചില ഫോട്ടോഷൂട്ടുകളും ഇപ്പോൾ കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ച് വസ്ത്രത്തിന്റെ ബട്ടൺ അഴിച്ചുകൊണ്ടുള്ള ബോൾഡായ ചിത്രങ്ങൾ, മിനി ഡ്രസ്സിലുള്ള വർക്കൗട്ട് വീഡിയോകൾ എന്നിവയെല്ലാം ഇപ്പോൾ ട്രെൻഡിങ് ആണ്. കാരവനിൽ വെച്ചെടുത്ത ചില പ്രൈവറ്റ് ഷോട്ടുകളും ആരാധകർക്കിടയിൽ ചർച്ചയാകുന്നു. സത്യത്തിൽ സോഷ്യൽ മീഡിയ ഇപ്പോൾ രുക്മിണിയുടെ പിന്നാലെയാണ്. അവരുടെ ഓരോ ചലനങ്ങളും ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കുന്നു. ആരാധകർക്കിടയിൽ ഒരു ചോദ്യമുണ്ട്, ഇത്ര പെട്ടെന്ന് രുക്മിണി എങ്ങനെ ഇത്ര ഹോട്ടായി? ഉത്തരം ലളിതമാണ്. സൗത്ത് ഇന്ത്യൻ സിനിമയുടെ അടുത്ത ക്രഷായി മാറാൻ അവർ തയ്യാറെടുപ്പുകൾ നടത്തിക്കഴിഞ്ഞു. രുക്മിണിയുടെ ഭാഗ്യം തെളിയുന്നത് തമിഴിലേക്കുള്ള ചുവടുവെപ്പോടെയാണ്. മക്കൾ സെൽവൻ വിജയ് സേതുപതിക്കൊപ്പം ഏസ് എന്ന ചിത്രത്തിൽ അവർ നായികയായിരുന്നു. അതുമാത്രമല്ല, കന്നഡ സൂപ്പർ താരം യശ് നായകനാകുന്ന ടോക്സിക് എന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിലും അവർ ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. നയൻതാരയെ പോലുള്ള ലേഡി സൂപ്പർ സ്റ്റാറുകൾ അരങ്ങുവാഴുന്ന തമിഴ് സിനിമയിൽ രുക്മിണിക്ക് ഇടം ലഭിക്കുക എന്നത് ചില്ലറ കാര്യമല്ല. അപ്പോൾ രുക്മിണി വസന്തിൻ്റെ ഈ പുതിയ ഗ്ലാമറസ് മാറ്റത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത്? രുക്മിണിയുടെ പഴയ ലുക്കാണോ അതോ പുതിയ ലുക്കാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ.